ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി തയ്യാറാക്കാം. വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മൾ ശർക്കര വരട്ടി തയ്യാറാക്കാൻ പോകുന്നത്. മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ 5 ഏത്തക്കായാണ് ശർക്കര വരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് നന്നായി തേച്ച് കഴുകിയെടുത്തിരിക്കുന്നത്. അത് നമുക്ക് നെടുകയൊന്ന് മുറിച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി കനത്തിൽ കട്ട് ചെയ്യണ്ട, കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്നും മുരിയില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇത്രയും കട്ടി തന്നെ മതി. ഇതിനാണ് കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ തിളച്ച് എടുപ്പുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ കല്ലച്ച് പോവും. അപ്പം നമ്മളിതിൻ്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതല്ലെങ്കിൽ മോൾവശം മാത്രം പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് വരും, ഉൾവശം മൊരിയാദ്യം വരും. അത് കഴിഞ്ഞ് നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കത് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ചിപ്സ് വറുക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി സമയം കൂടുതൽ നമുക്ക് ഇതിന് വേണ്ടി വരും. ഇതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത് ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 2-3 സ്പൂൺ ഉപ്പും അതുപോലെ ഒരു 1/2 സ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കലക്കി വെച്ചിടുന്നതാണ്. അതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കളറും മാത്രമല്ല നേരിയ ഉപ്പ് രസവും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബാച്ചും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് നല്ല പാകമായി വന്നിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ പാകം അറിയാൻ പറ്റും. ഇതും കൂടി നമുക്ക് ഇനി ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമുക്ക് ശർക്കര വരട്ടിക്കുള്ള കായ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മളിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി. അപ്പോൾ അത് നമുക്ക് ആ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നൂൽപ്പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പാനി ഒന്ന് കുറുകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കറുത്ത എള്ളും 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നല്ല നൂൽപ്പരുവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയായി പോവും. പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര മാത്രമല്ല നമ്മളിത് ചേർക്കേണ്ടത്. അതിനൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ശർക്കര മാത്രം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അത്ര രസം വരില്ല. അതിന് ടേസ്റ്റ് വരണമെങ്കിൽ 1 കപ്പ് അവലോസ് പൊടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചിലർ പൂരപ്പൊടി എന്ന് പറയും, ചിലർ അവലോസ് പൊടി എന്ന് പറയും. ഞങ്ങൾ അവലോസ് പൊടി എന്നാണ് പറയുന്നത്. അത് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ശർക്കരയുടെ ആ ഒരു പൊട്ടൽ പറയാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 പിടി മാത്രം, കൂടുതൽ എടുക്കരുത്, 1 പിടി മാത്രം അരിപ്പൊടി വെറുതെ ഒന്ന് തൂവി കൊടുക്കുക. അതെല്ലാം വിടർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണിത്. ഒന്ന് വെറുതെ തൂവി കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കും ഓരോ ശർക്കര വരട്ടി ഇങ്ങനെ വേറിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ കണ്ടോ നല്ല എല്ലാം സെപ്പറേറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര വരട്ടി വളരെ ഭംഗിയായും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.